റിട്ടയേർഡ് പ്രധാന അധ്യാപികയും മുൻ ജനപ്രതിനിധിയും സംഘടനാ പ്രവർത്തകയുമായ ആമിന ടീച്ചറുടെ 80ാം പിറന്നാൾ ആഘോഷിച്ച് മണ്ണാർക്കാട് പെൻഷനേഴ്സ് യൂണിയനും സഹപ്രവർത്തകരും. ഷോൾ അണിയിച്ചും ഉപഹാരം നൽകിയും കേക്ക് മുറിച്ചും നടത്തിയ ആഘോഷത്തിന് ടീച്ചർ മനസ്സറിഞ്ഞ് നന്ദി പറഞ്ഞു. 28 കൊല്ലം ഒരേ സ്കൂളിൽ പഠിപ്പിച്ച ഒരാളും തന്നെ ഞാനെന്നെ ഉള്ളൂന്നാണ് പറയുന്നത്. അത്രയും മാപ്പിള സ്കൂളിലെ ഇതായതാ. പുള്ളിച്ചേക്കന്മാരൊന്നും പഠിക്കില്ല, പണ്ട് നല്ല അടി കൊടുത്തു. പറയടാ ദുബായി പോകണ്ടേ, ദുബായി പോകേണ്ടവരല്ലേ നിങ്ങൾ. ഭാര്യയ്ക്ക് കത്തെഴുതാൻ അറിയാണ്ടാകുമ്പോൾ നിങ്ങൾ വല്ലവരും അതിലും കൊടുത്താൽ അവൻ വേറെ വല്ലതും നിങ്ങൾ പഠിക്കണ്ട കേട്ടോ എന്ന് പറയും. ഇങ്ങനെ പറയാം, നല്ല അടി കൊടുക്കും. പണ്ടത്തെ കുട്ടികൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു അടിക്കാനാണ്. ഇപ്പോൾ വലുതായപ്പോൾ കുട്ടികൾക്ക് നല്ല സ്നേഹമാണ്, നല്ല സ്നേഹമാണ്. നമ്മളെ ടീച്ചർ തല്ലിയിരുന്നു, നമ്മൾ പഠിക്കാനായിരുന്നു. ഇതല്ല ഇപ്പോൾ വലിയ സ്നേഹം അടിച്ചുകൊണ്ട് കുട്ടികൾ. അങ്ങനെയാണ് നമ്മളെ ജീവിതം കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെ പഠിപ്പിച്ച് നല്ല മാപ്പിള സ്കൂളിലെ കുട്ടികളോട് പറയണേ, നിങ്ങൾ വലുതായി പഠിച്ച് ഇതാണ്. അന്നത്തെ കാലത്ത് സ്കൂളൊന്നും വരില്ല. കോടതിപ്പടിയിലെ സെലിബ്രിയ കൺവെൻഷൻ സെന്ററിലാണ് പിറന്നാൾ ആഘോഷം ഒരുക്കിയിരുന്നത്. രാഷ്ട്രീയ ബോധമുള്ള വ്യക്തിത്വമാണ് ആമിന ടീച്ചറുടേതെന്ന് ആശംസകൾ നേർന്നവർ പറഞ്ഞു. സ്വന്തം അഭിപ്രായം തുറന്നു പറയുന്നതിന് ടീച്ചർക്ക് ഭയവും മടിയും ഇല്ലായിരുന്നുവെന്നും മുൻ നഗരസഭാ കൗൺസിലർ TR സെബാസ്റ്റ്യൻ പറഞ്ഞു. ടീച്ചർ റിട്ടയർ ചെയ്ത സ്കൂളിൽ സ്വന്തം സ്ഥലത്ത് സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്, അതാണ് ടീച്ചറുടെ ഇടപെടലിൻ്റെ പ്രത്യേകത. പിന്നീട് ടീച്ചറും ഞാനുമൊക്കെ 2005 മുതൽ 10 വരെ പഞ്ചായത്ത് മെമ്പർമാരുമായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ 2 ഘട്ടങ്ങൾ ഞങ്ങൾ അടുത്ത് ഇടപെട്ട് പ്രവർത്തിച്ചത് ഓർമ്മയുണ്ട്. തീർച്ചയായും ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിന്റെ രാഷ്ട്രീയ പ്രതിബദ്ധതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്നാമത്തെ കാര്യം അതാണ്, ഏത് സാഹചര്യത്തിലും തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിച്ച് നിൽക്കുക എന്നതാണ്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല അധികം ആളുകളുള്ളത്. കാണുന്ന സ്ഥലത്തിനനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളാണ് ധാരാളമായി പെരുകി വരുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് ഒരുപക്ഷെ ചിലർക്ക് അലോസരം തോന്നുന്ന വിധത്തിലൊക്കെ പറയാനുള്ള തൻ്റെ ഇടം, ഇപ്പൊ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞു പോകാനാണ് നമുക്കൊക്കെ ഇഷ്ടം. അലോസരപ്പെടുത്തുന്ന രൂപത്തിലാണെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു പോകുക എന്നത് അബൂബക്കർ സാറും ആമിന ടീച്ചറും പഠിപ്പിച്ചത് മക്കളും പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രശ്നമാണ്. മതത്തിൽ നിന്ന് പുറത്താക്കിയാലും പെൺമക്കൾക്ക് വിദ്യാഭ്യാസം നൽകുമെന്ന് പറഞ്ഞ പിതാവിന്റെ മകളാണ് താനെന്ന് മറുപടി പ്രസംഗത്തിൽ ആമിന ടീച്ചർ പറഞ്ഞു. താൻ ഉൾപ്പെടെയുള്ള 4 പെൺമക്കളെ ടൈലറിംഗ് ജോലിയെടുത്താണ് പിതാവ് പഠിപ്പിച്ച് ജോലിക്കാരാക്കിയത്. പെൻഷൻ വാങ്ങുമ്പോൾ പോലും പിതാവിനെ ഓർക്കാറുണ്ടെന്നും ആമിന ടീച്ചർ പറഞ്ഞു. പഠിപ്പിക്കണം, എൻ്റെ പെൺമക്കളെ ഞാൻ പഠിപ്പിച്ച് ജോലിയാക്കും. അവർ ഒരാളെ ആശ്രയിച്ച് ജീവിക്കാൻ പാടില്ല എന്നാണ്. അന്നത്തെ കാലത്തൊക്കെ മുസ്ലിം പെൺകുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ പുറത്താക്കും. അപ്പോൾ വാപ്പ പറഞ്ഞു, എന്നെ മതത്തിൽ നിന്ന് പുറത്താക്കിയാലും എൻ്റെ 4 പെൺമക്കളുണ്ട്, അവരെ ഞാൻ പഠിപ്പിച്ച് ജോലിയാക്കും. അതാരും മതത്തിൽ നിന്ന് പുറത്താക്കിയാലും വേണ്ടില്ല, അതിനെന്ത് പീഡനം ഞാൻ അനുഭവിക്കാനും തയ്യാറാണ്. ഞങ്ങൾ 4 പേരെ പഠിപ്പിച്ചു, ഞങ്ങൾ 4 പേര് ഉദ്യോഗസ്ഥരായി, 4 പേരും റിട്ടയറായി, 4 പേരും പെൻഷൻ കൊണ്ട് ജീവിച്ചു. അങ്ങനെ അതിന് മൂത്ത ആളാണ് ഞാൻ. എൻ്റെ താഴെ 3 പെൺകുട്ടികളും 3 ആൺമക്കളാണ്. ആൺമക്കളൊന്നും പഠിച്ചില്ലെങ്കിലും ഒന്നും വേണ്ടില്ല, എൻ്റെ പെൺകുട്ടികൾ പഠിച്ച് ജോലിയാവും. അവരൊരാളെയും ആശ്രയിക്കാതെ ജീവിക്കണം, അതാണ് എൻ്റെ ആഗ്രഹമെന്ന് അന്നത്തെ കാലത്ത് ആലോചിച്ച് അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. മുസ്ലിം സമുദായത്തിൽ ഇന്നും പെൻഷൻ വാങ്ങുമ്പോഴാണെങ്കിലും ചോറുണ്ടാകുമ്പോഴായാലും വല്ല വിശേഷം ഉണ്ടായാലും ഏറ്റവും അധികം ഓർമ്മിക്കുക ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയാണ്. അത്രയ്ക്ക് കഷ്ടപ്പെട്ടെ. എന്താന്ന് വെച്ചാലേ അന്ന് ടൈലറായിരുന്നു ജോലി. എന്താന്ന് ടൈലർമാർക്ക് കിട്ടുക, ഒരു തോർത്തുമുണ്ടിൻ്റെ വക്ക് തിന്നാൻ കിട്ടും, അല്ലെങ്കിൽ ഒരു ലുങ്കിയുടെ വക്ക് തിന്നാൻ കിട്ടും. അത് കിട്ടിയാൽ എത്ര കിട്ടുക? 50 പൈസ, 2 ഉറുപ്പ്യ. വൈകുന്നേരം അരി മേടിക്കാൻ എത്തിക്കണ എൻ്റെ അച്ഛനെ ഇന്നും ഞാൻ ആലോചിക്കും. MV കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. LDF സ്ഥാനാർത്ഥി മൻസിൽ അബൂബക്കർ, KSSPU ജില്ലാ സെക്രട്ടറി K മോഹൻദാസ്, MK രാമകൃഷ്ണൻ, A ഗോപിനാഥൻ, ബാലകൃഷ്ണൻ, PN മോഹനൻ, ജോസ് ബേബി, GP രാമചന്ദ്രൻ, സാലി അബൂബക്കർ, PA ഹസൻ മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.